അവർക്ക് അവരുടെ വിവാഹബന്ധം നിലനിൽക്കണം എന്നും താല്പര്യമുണ്ടാവും. അതേസമയം ഈ കുടുംബ ബന്ധത്തിലെ കുടുംബജീവിതത്തിലെ അക്രമം ഒഴിവാക്കി കിട്ടണം. അതുപോലെ തന്നെ തങ്ങളുടെയും തങ്ങളുടെ കുട്ടികളുടെയും അവകാശങ്ങൾ, ചെലവിലുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, ആരോഗ്യത്തിലുള്ള രോഗം വന്നാലുള്ള ചെലവുകൾ, ഇതൊക്കെ നടത്താൻ ഭർത്താവ് തയ്യാറായിരിക്കണം. ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും. അപ്പൊ ഈ നിയമത്തിന്റെ ഉദ്ദേശം തന്നെ ഈ അക്യൂസ് അല്ലെങ്കിൽ ആരാണ് പീഡനം ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ വയലൻസ് നടത്തുന്നത് ആരാണ് എന്നുള്ള വ്യക്തിയെ ജയിലിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല, ഈ വ്യക്തിയെ കൊണ്ട് ആ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. മറ്റേത് നിയമത്തിനേക്കാളും ഒരു വ്യത്യസ്തത ഈ നിയമത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പല നിയമങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുറയുന്നില്ല. ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാർഹിക പീഡനങ്ങളുടെ അല്ലെങ്കിൽ വീട്ടിനകത്ത് നടക്കുന്ന പീഡനങ്ങളുടെ 2 പ്രധാന കാരണങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന്, പുരുഷന്മാർക്കിടയിൽ വളർന്നു വരുന്ന മദ്യപാനാസക്തി. മദ്യപാനാസക്തി എന്നുള്ളത് വളരെ ഭീകരമായ ഒരു സാമൂഹിക വിപത്തായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പുരുഷന്മാർ ഇതിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം എന്നുള്ള മദ്യപാനാസക്തിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത് സ്ത്രീകളുടെ സമുദായം, അതായത് വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ വിവാഹ സമുദായം തന്നെ അങ്ങേയറ്റം അതിശയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. രാജ്യത്തിനും എന്നും കാണുന്നു, ഒരേ ജാതിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരേ മതത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലൊരു പെണ്ണുകാണൽ ചടങ്ങ് നടത്തും. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ കൂടി പരിഷ്കരിച്ച് മൊബൈൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇത് ഒരു അന്യ പെൺകുട്ടിയാണ്. ഈ അന്യ പെൺകുട്ടിക്ക് ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാര് വന്നാൽ, വിരുന്നുകാര് വേണോ കാര്യോ വന്നാൽ എങ്ങനെയാണ് വീട്ടുകാർ സ്വീകരിക്കുക? അവർ വിരുന്നുകാരാണ്. അപ്പൊ അവരോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെ? അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് പരമാവധി സന്തോഷം കൊടുക്കുക. അതാണ് ഒരു സംസ്കാരപ്രിയരായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു മരുമകൾ വന്നു കഴിഞ്ഞാൽ ആകെ മാറി. മരുമകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതിനെ ചിന്തിക്കുന്ന എല്ലാ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അവിടെ നേരാവണ്ണം പെരുമാറിയില്ലെങ്കിൽ അത് മുതൽക്ക് തുടങ്ങുന്നു ആ വീട്ടിലെ പ്രശ്നം. അപ്പൊ ഈ തരത്തിൽ ഒരു അവിടെയും അതിന്റെ അധികാരത്തിന്റെ പ്രശ്നമാണ്, അധികാര ബന്ധങ്ങളുടെ പ്രശ്നമാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അസന്തുലിതമായിട്ട് അധികാര ബന്ധങ്ങളുടെ പ്രശ്നം തന്നെയാണ് അവിടെ. പിന്നെ സ്വർണത്തിന്റെ പേരിലുള്ള ബഹളങ്ങൾ പറഞ്ഞു. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിഞ്ഞ് വന്ന് ഉള്ളിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഈ ബന്ധം പിന്നെ പിരിയാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വഴക്കുകൾ ഇത് അങ്ങനെ പിന്നൊന്നും ഇല്ലെങ്കിൽ പിന്നീട് എന്തെല്ലാം തരത്തിലാണ് ഇവർ നമ്മുടെ സംഘർഷങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്ത്രീധന സമുദായം, അത് മിക്കവാറും എല്ലാവർക്കും ഇപ്പൊ അത് സ്വർണത്തിനൊക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും കല്യാണം കഴിക്കുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നില്ല, അല്ലേ? നമ്മുടെ ഒരു കല്യാണത്തിന് സ്വർണം കുറഞ്ഞും കാണുന്നില്ല, അല്ലെ? സ്വർണം എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നൊരവസ്ഥ. ഇതിലൊക്കെ മാറ്റം വരുന്നത്, ഇതിലൊക്കെ ഇത് പിന്നെ സ്ത്രീ സംഘടനകളുടെ മാത്രം പ്രശ്നമാണ്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്, പൊതു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. ഇപ്പൊ കുടുംബശ്രീയിലുള്ള പ്രവർത്തകരുടെ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ശരിക്കും വളരെ ഫലപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പലപ്പോഴും സ്ത്രീ അന്യോന്യം കുടുംബശ്രീയുടെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ എത്രത്തോളം ഈ മെമ്പേഴ്സിനിടയിലുള്ള പ്രശ്നങ്ങൾ അന്യോന്യം ചർച്ച ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കടം കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ
ഓരോരുത്തരും ജീവിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥയും അത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീയുടെ പ്രശ്നങ്ങളും ഒക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഭാഗത്തൊക്കെ മുൻകൈ ഉണ്ടാവാറുണ്ടോ? ഈ കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾ അത്തരം മുൻകൈ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോ ഈ തരത്തിലുള്ള ഞാൻ പറഞ്ഞു വരുന്നത് ചില കാര്യത്തില് ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗോളവൽക്കരണ വികസന നയങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ ഏത് സർക്കാർ വന്നാലും ഏറ്റവും കൂടുതൽ ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റവും താല്പര്യത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു വികസന നയമാണ് ടൂറിസം. മറ്റു വികസനത്തിന്റെ പേരിപ്പം നമ്മുടെ നാട്ടിലിപ്പം വികസനം എന്ന് പറഞ്ഞാൽ മെഗാ വികസനങ്ങളല്ല, വലിയ റോഡുകൾ, എയർപോർട്ടുകൾ, ഇപ്പൊ വെള്ളാപ്പാടം, കണ്ടിക, വിഴിഞ്ഞം, തുറമുഖം, ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള വികസനം എന്താണ്? വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വികസനത്തിന്റെ മുകളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ പറയും. പക്ഷേ വികസനം എന്നുള്ളത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണോ വികസനം, അതോ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയാണോ, സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയാണോ, റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് വേണ്ടിയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കപ്പെടുന്നില്ല. അപ്പോ സ്വന്തം മണ്ണിൽ നിന്നും സാധാരണക്കാർ എത്രയോ വർഷങ്ങളോളം ദശകങ്ങളോളം അധ്വാനിച്ച് തങ്ങൾ ഉണ്ടാക്കിയ വീട്, പറമ്പ്, അതിനൊക്കെ മാറ്റി ഒഴിക്കപ്പെടുന്ന വല്ലാപ്പാടം പോലുള്ള മൂലപ്പള്ളി പ്രശ്നം, അതുപോലെ ഇനാലൂർ പ്രശ്നം, ഇങ്ങനെയുള്ള കുറച്ച് മുമ്പാണ് എക്സ്പ്രസ് ഹൈവേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ കാർഷിക മേഖല മുഴുവൻ വർദ്ധിച്ചു കഴിഞ്ഞു, ചെറുകിട വ്യവസായ മേഖല മുഴുവൻ വർദ്ധിച്ചു കഴിഞ്ഞു, അതൊന്നും വികസിക്കുന്നില്ല. പക്ഷെ ഇവിടെ വികസിക്കുന്നത് എന്താണ്? ടൂറിസമാണ് വികസിക്കുന്നത്, അല്ലേ? കേരള ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പ്ലേറ്റിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്താണ് വികസിക്കുന്നത്? ഇവിടെ ഹോട്ടൽസ്. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ നിന്നുകൊണ്ടാണ് ഈ പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലറിഷിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽസും ടൂറിസ്റ്റ് റിസോർട്ടുകളും, ഇപ്പൊ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഹോം സ്റ്റേസ്, അങ്ങനെയുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുറെ വികസനങ്ങളാണ് ഇവിടെ ഏറ്റവും ശക്തമായി വളരുന്നത്, ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത്. ലോകബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് കണ്ടമാനം കടം കൊടുക്കും. കടമാണ് കേട്ടോ, പണം തന്നെ വെറുതെ കൊടുക്കുന്നല്ല, കടമാണ്. നമ്മുടെ നാടിനെ കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഇതോടൊപ്പം വളർന്നിട്ടുള്ള മറ്റൊരു ബിസിനസ്, നമ്മുടെ ലോകത്ത് ടൂറിസം വികസിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ അനുഭവം നമ്മൾ പഠിച്ചു. എന്തിനധികം പോകുന്നത്? നമ്മുടെ ഗോവ, നമ്മുടെ കോവളം, ഇതൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന വ്യവസായം എന്ന് പറയുന്നത് ലൈംഗിക വ്യവസായമാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോ അത് വളരെ ചെറുപ്രായത്തിലുള്ള കൊച്ചു കുട്ടികളെ, വിദ്യാഭ്യാസം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ മൊബൈൽ റാക്കറ്റുകളിൽ പെടുത്തി. അത്തരത്തിലുള്ള റാക്കറ്റുകളിൽ നിന്ന് ഫ്ലറിഷിംഗ് ആണ് കേരളത്തിൽ. കണ്ടമാനം വളരെയാണ്. ഇപ്പോ സുരേന്ദ്രന് മുതലുള്ള കേസുകൾ നമ്മൾ എടുക്കുക. കേസുകളുടെ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് ജുഡീഷ്യറി ആണെങ്കിലും പോലീസ് ആണെങ്കിലും, ഞാൻ രാഷ്ട്രീയ നേതാക്കൾ ഇതിന് തീർച്ചയായും പങ്കുണ്ട്. ഈ തരത്തിലുള്ള റാക്കറ്റുകളെ പൊളിക്കുന്നത് ഒരു വില പോലും കണക്കില്ല മാത്രമല്ല, ഈ റാക്കറ്റുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കോഴിക്കോട് SP ബാർ കേസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോ എന്തായാലും സ്ഥിതി. അപ്പോ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു വശത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള മറ്റതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, മറുവശത്ത് ടൂറിസത്തിന്റെ പേരിൽ. ടൂറിസം എന്ന് പറഞ്ഞാൽ അതിന് 3 മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്.
ടൂറിസം വികസനത്തിന്റെ 3 പ്രധാന ആകർഷണങ്ങൾ